നമസ്കാരം. ജസ്റ്റിസ് എബ്രഹാം മാത്യു പി കൃഷ്ണദാസിന്റെ ജാമ്യ ഹർജി കേൾക്കുന്നതിൽ നിന്ന് പിന്മാറണം. ഇത് ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയുടെ വിനീതമായ അഭ്യർത്ഥനയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ആ അമ്മ നൽകിയ പരാതിയിൽ ഇങ്ങനെ പറയുന്നു: ബഹുമാനപ്പെട്ട എബ്രഹാം മാത്യുവിന് നെഹ്റു കോളേജ് അധികൃതരുമായി അടുത്ത ബന്ധമുള്ളതായി സൂചന നൽകുന്ന 6 ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എനിക്ക് വ്യക്തിപരമായി വിശ്വാസം നഷ്ടപ്പെടാനും എൻ്റെ മകന് നീതി ലഭിക്കില്ല എന്ന തോന്നലുണ്ടാക്കുവാനും ഇത് ഇടയായി. മഹിജയുടെ ഈ വാക്കുകളുടെ അർത്ഥം മഹത്തായ നീതിപീഠം മനസ്സിലാക്കണം. ലക്കിടിയിലെ നെഹ്റു ഗ്രൂപ്പ് ലോ കോളേജിന്റെ പഠന ക്യാമ്പിലാണ് ജസ്റ്റിസ് എബ്രഹാം മാത്യു പങ്കെടുത്തത്. നെല്ലിയാമ്പതിയിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. ഇന്ന് പ്രതിപട്ടികയിലുള്ളവരാണ് അന്ന് അദ്ദേഹത്തെ അവിടെ എതിരേറ്റത്. അതേ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹീദ് ഷൗക്കത്തിന്റെ പരാതിയിൽ എടുത്ത കേസിലാണ് ജസ്റ്റിസ് ഇപ്പോൾ വാദം കേൾക്കുന്നത്. അതിൽ ഒരു ഇൻജസ്റ്റിസ് ഇല്ലേ എന്നതാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. ജസ്റ്റിസ് ആ ചോദ്യം പരിഗണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നാളെയാണ് അങ്ങ് ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുന്നത്. അങ്ങയുടെ നീതിബോധത്തിന്റെ നേർസാക്ഷ്യമറിയാൻ കേരളം കാത്തിരിക്കുന്നു. ഇനി വിയ്യൂർ ജയിലിൽ കഴിയുന്ന കൃഷ്ണദാസിന്റെ ക്രൂരകൃത്യങ്ങളിലേക്ക്. നായിൻ്റെ മോനെ തെണ്ടി, നീ വീട്ടുകാരെ കൂട്ടിക്കൊടുക്കാറുണ്ടോ? നീ എൻ്റെ കോളേജിൽ ഇനി പഠിക്കില്ല. നീ ഇപ്പോൾ 5 റാഗിംഗ് കേസിലെ പ്രതിയാണ്. പോലീസ് ജീപ്പ് ഇപ്പോൾ വരും. നീ 14 ദിവസം റിമാൻഡിലാകും. ഷഹീർ ഷൗക്കത്ത് എന്ന കുട്ടിയോട് കൃഷ്ണദാസ് എന്ന നികൃഷ്ട ജീവി പറഞ്ഞ വാക്കുകളാണ് ഇത്. കോടതിയിൽ സമർപ്പിച്ച പോലീസ് റിപ്പോർട്ടിലാണ് വെളുത്ത നിറമുള്ള ഈ മാന്യന്റെ തനി നിറം വെളിപ്പെട്ടത്. തീർന്നില്ല, കൈകൊണ്ട് മുഖത്തടിച്ചു, തോളിൽ പിടിച്ച് ജനനേന്ദ്രിയത്തിൽ ചവിട്ടി, പരാതി പിൻവലിച്ചില്ലെങ്കിൽ വീട് കയറി വെട്ടിക്കൊല്ലും എന്നാക്രോശിച്ചു. കൃഷ്ണദാസ് തന്നെയാണ് പ്രതിയെ നിശ്ചയിക്കുന്നത്, കൃഷ്ണദാസ് തന്നെയാണ് കുറ്റപത്രം രചിക്കുന്നത്, കൃഷ്ണദാസ് തന്നെയാണ് വിചാരണ ചെയ്യുന്നത്, കൃഷ്ണദാസ് തന്നെയാണ് വിധി പറയുന്നതും. ജിഷ്ണുവിനെ ഇല്ലാതാക്കിയതാണ് കൃഷ്ണദാസിന്റെ കോടതിയിൽ നിന്ന് വന്ന ഒടുവിലത്തെ ശിക്ഷാവിധി. ഇടിമുറിയും കഴുത്തുമുറുകി മരിക്കുന്ന കുളിമുറികളും ഉള്ള കൃഷ്ണദാസിന്റെ കോടതി കേരളത്തിൽ പ്രവർത്തിക്കണോ എന്ന ആശങ്ക ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. താൽപര്യ സംഘടനം പരിഗണിച്ച് നിലവിലെ സിംഗിൾ ബെഞ്ച് കേസ് കേൾക്കുന്നതിൽ നിന്നും സ്വയം ഒഴിവാകേണ്ടേ? 2. ജാമ്യമില്ലാ വകുപ്പ് പിന്നീട് ചേർക്കാൻ അന്വേഷണ സംഘത്തിന് അധികാരമില്ലേ? 3. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അന്വേഷണം ഏറ്റെടുക്കും വരെ പഴയന്നൂർ പോലീസ് പ്രവർത്തിച്ചത് പ്രതികൾക്ക് വേണ്ടിയോ? 4. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാലും ഇടിമുറിയിൽ എത്തുമെങ്കിൽ നെഹ്റു ഗ്രൂപ്പ് കോളേജുകൾ കേരളത്തിന് വേണോ? 5. കൃഷ്ണദാസിനെതിരായ കുറ്റപത്രം നീളുമ്പോൾ സ്വാശ്രയ കോളേജുകളുടെ സമരപ്രഖ്യാപനം സർക്കാരിനോടുള്ള വെല്ലുവിളിയോ? 6. പുതിയ സ്വാശ്രയ നിയമത്തെക്കുറിച്ച് ആലോചിക്കുന്ന സർക്കാർ നിലയ്ക്ക് നിർത്തേണ്ടേ കൃഷ്ണദാസിനെയും കൂട്ടരെയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. മഹിജയുടെ പരാതി മറക്കണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, CPM നേതാവ് അഡ്വക്കേറ്റ് A റഹീം, BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ അല്പസമയത്തിനകം ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ KK ശ്രീജിത്തും ഈ ചർച്ചയിൽ പങ്കുചേരും.